തട്ടിയേക്കാം. നമ്മളുണ്ടല്ലോ ഗോവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല റെയിൽവേയിൽ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി നമ്മുടെ അവിടെ നിന്ന് ഒരു 11:30ക്കാണ് വണ്ടി കയറിയത്. ഇവിടെ എത്തിയപ്പോൾ 10:30 നമ്മളിവിടെ എത്തി. നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൈ പിടിച്ച് നടക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി റെൻറ്റിന് എടുത്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ ഫുൾ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ തലയിൽ വരും. അങ്ങനെ നമ്മളിതാ യാത്ര തുടങ്ങിയപ്പോൾ നമ്മുടെ കേരളം വിട്ടിട്ടില്ല എന്നാട്ടാണ് എനിക്ക് തോന്നിയത്. അതേപോലെ പച്ചപ്പും കാര്യങ്ങളും നമ്മുടെ പണ്ടത്തെ ഗ്രാമമുണ്ടല്ലോ ആ രീതിയിലുള്ള ഒരു വഴിക്കോടൊക്കെ ആയിട്ട് നമ്മൾ യാത്ര ചെയ്തത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു തുടക്കത്തെ യാത്ര തന്നെ. അതിനുശേഷം നമ്മൾ നേരെ ബൈപ്പാസിലേക്ക് കയറി. നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ ആ പോണ യാത്രയിൽ എന്നെ കൂടുതൽ ആകർഷിച്ചതെന്ന് പറയുന്നത് ഈ ഒരു ക്ലോക്ക് കണ്ടപ്പോൾ അതെനിക്ക് നമ്മുടെ ക്യാമറയിൽ പകർത്തണമെന്ന് തോന്നി. പിന്നെ ഈ ഒരു റോഡ് പാലം, അതായത് നല്ല രസമായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നിട്ട് 4 പേരും ഈ ഒരു റോഡ് കുറച്ച് ദൂരമുണ്ട് അതിനെ കുറിച്ചായിരുന്നു കേട്ടോ കൂടുതലും സംസാരിച്ചത്. ഈ ഒരു പാലത്തിൻ്റെ ഇതിൽ കൂടെ പോകുമ്പോഴുണ്ടല്ലോ ഞാനത് തീരെ എഡിറ്റ് ചെയ്യാതെ ഫുള്ളായിട്ടാണ് കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോഴേ തന്നെ നമുക്ക് അകലേക്ക് കാണുന്ന വ്യൂ തന്നെ നല്ല ഭംഗിയാണ്. കാരണം എനിക്ക് പലപ്പോഴും ഇപ്പോൾ പാലക്കാട് നമ്മൾ കൂടുതൽ യാത്രയ്ക്കും ചെയ്യുമ്പോഴേ ഇങ്ങനെ ഒരു വ്യൂ ആണ്. ഹൈവേ കൂടെ പോകുമ്പോൾ ആ മലയും കാര്യങ്ങളും പച്ചപ്പൊക്കെ ആയിട്ട് അതേപോലെ തോന്നി. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് നമ്മൾ കേരളം വിട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ടായിരുന്നു ഈ യാത്രയിൽ. നമ്മളിതാ റൂമിൽ എത്തിയിട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കാൻ റൂം എടുത്തിട്ടുള്ളത് കാലങ്കോട് ബീച്ചിൻ്റെ അടുത്താണ്. കുറച്ച് നടക്കാൻ വേണ്ട ഇവിടുന്ന്, അത്രയും അടുത്തിൻ്റെ കേട്ടാ. അപ്പോൾ നല്ല റൂമൊക്കെയാണ്, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, AC ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മുന്നേ തന്നെ ഒന്നും പ്ലാൻ ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ടല്ല. നേരെ നമ്മൾ ഗോവയിൽ ഇവിടെ വന്ന് ഇറങ്ങി. നമ്മൾ പറഞ്ഞല്ലോ കാറ് റെൻറ്റിന് എടുത്തിട്ടാണ് നമ്മൾ പറഞ്ഞു നോക്കുന്നത്. അങ്ങനെ വന്ന് ഇതാ ഇപ്പോൾ ഇവിടെ വന്ന് റൂമൊക്കെ എടുത്തു. ഇനി ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് ഇനി ബീച്ചിലേക്കൊക്കെ പോകണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ അപ്പുറത്ത് ഉള്ള നമ്മുടെ ശ്രീജയുടെ റൂം നല്ല റൂം തന്നെയായിട്ടാ. ഞാൻ അതും കാട്ടിത്തരാം. ഞങ്ങളുടെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് വലിയ റൂം. അപ്പോൾ ഈ റൂമും അടിപൊളിയാണ്. ഫ്രഷ് ആയിട്ട് ഒന്ന് ഇറങ്ങണം. അതുപോലെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലേക്ക് പോകുള്ളൂ അല്ലേ? അപ്പം അങ്ങനെ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസ് കുറച്ച് ഫുഡുകളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡ് റൈസ് ആദ്യം വന്നപ്പോൾ പിന്നെ അത് കഴിക്കാമെന്ന് വെച്ചിട്ടാ. അപ്പോൾ എല്ലാവരും പലതരം ഫുഡുകൾ പറഞ്ഞ കാരണേ വിശന്നിരിക്കുന്ന കാരണം ആദ്യം വന്ന ഫുഡ് തന്നെ എല്ലാവരും കൂടി ആദ്യം ഷെയർ ചെയ്തിട്ട് കഴിക്കുന്നത് കേട്ടാ. ചേട്ടാ ഈ നമ്മുടെ ഇതിൻ്റെ ഫുഡിൻ്റെ പേര് ഫിഷ് അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഓർഡർ ചെയ്തത് ഫിഷ് കാരിയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ 4 പേരുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാകുമ്പോൾ എത്ര ഫുഡായാലും കഴിക്കണ പോലെ ആയി കഴിഞ്ഞു. ഈ നമ്മളിപ്പോൾ മേടിച്ചിട്ടുള്ള ഫുഡിൻ്റെ പേര് പറയുന്നത് ഫിഷ് താലി കേട്ടോ. അപ്പോൾ അതിലേക്ക് ചോറ്, പിന്നെ മീൻകറി, പിന്നെ മുട്ടത്തോരൻ, പിന്നെ ഒരു വെജ് തോരൻ, പിന്നെ രസം, പിന്നെ നമ്മുടെ ഒരു വെജ് അച്ചാർ, വെജ് സലാഡ്, അയില മുഴുവനോടെ വറുത്തത്, പിന്നെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ചിക്കൻ ഫ്രൈ വെച്ചിട്ടായിരുന്നു ചായട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചിക്കൻ കറി കൂടി ഞാനിത് കിട്ടും. അത് നല്ല രസമുള്ളൊരു ഫുഡായിരുന്നു.
നല്ല ചൂടായ കാരണം ഒരു തൊപ്പിയും അതേപോലെ തന്നെ ഒരു ഗ്ലാസ്സും മേടിക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് ആണിത്. അങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിക്കലും ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ബീച്ചിലേക്ക് വരാണ് കേട്ടോ. മണലായ കാരണം നടക്കുമ്പോഴേ നല്ല ബുദ്ധിമുട്ടാണ്. കാലിങ്ങനെ മണ്ണിലേക്ക് താന്താന്ന് പോണ പോലെയാ പറയാം. അപ്പൊ നമ്മളിതാ എന്താ പറയാ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മളിതാ ബീച്ചിലേക്കാണ് വന്ന് നോക്കണേ. അയ്യോ ശ്രീജ, ഈ ബീച്ചിന്റെ പേര് നമ്മൾ താമസിച്ചത് കാലങ്കോട് ബീച്ച്. കാലങ്കോട് ബീച്ചിന്റെ അടുത്താണല്ലോ നമ്മള് റൂം എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അത് കാരണം തന്നെ നമുക്ക് നടന്ന് വരാവുന്ന ഒരു വഴി ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ നമുക്ക് അതിലേക്ക് നോക്കുമ്പോഴില്ലേ വെള്ളി തിളങ്ങണ പോലെ അങ്ങനെയാണ് വെള്ളത്തിന്റെ ഒരു കളറ്. നമ്മളുണ്ടല്ലോ ബീച്ചിലെത്തിയപ്പോ ഒരു 1:15 ഒരു 1:30 അടിക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടാ. ഇവിടെ നോക്കുമ്പോ നമ്മുടെ കടലൊക്കെ വളരെ ശാന്തമായിട്ട് കിടക്കണ പോലെയാണ് തോന്നണത്. പക്ഷെ തിരമാലകളൊക്കെ ഉണ്ട്. തിരക്കൊന്നും വലിയ കാര്യമായിട്ടുള്ള പോലെ എനിക്ക് ഇവിടെ തോന്നിയില്ല കേട്ടാ. നമ്മൾ വന്ന സമയത്തിട്ടാണോ എന്താണെന്ന് അറിയില്ല. കപ്പലും ബോട്ടും കായലും അതന്നെ എത്ര പേര് രസം. ഞങ്ങളുണ്ടല്ലോ നമ്മുടെ ബീച്ചിന്റെ കുറേ ഏരിയ ഇങ്ങനെ നടന്നോട്ടാ. ആ തിരുമലയുടെ സൗണ്ടൊക്കെ കേട്ട് നടക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോഗ്രാഫർ വന്നിട്ട് നമ്മളോട് ഫോട്ടോ ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണതാണ് കേട്ടാ. എന്നാ തട്ടേരാ, വാ വാ കളിക്ക് വാ, തട്ട് ഇങ്ങോട്ട് തട്ടുതാ ഇങ്ങോട്ട്. നമ്മുടെ അടുത്തേക്ക് വന്നില്ല. കണ്ടോ ഇതല്ലേ കലക്കില്ലല്ലോ, കലങ്ങാത്ത മതി ഇനി മതി. അയ്യോ ശക്തി വലിയ ശക്തിയില്ല. അതിനെന്താ വീടില്ല, അതെ രണ്ടാമത്തിന് പോലെ ഭയങ്കര ശക്തിയില്ല വന്ന്. ഉണ്ണി ബോള് ഷൈഡ് തട്ടിയൊക്കെ അടിപൊളി. ട്രെയിനിങ് കിട്ടിയിട്ടുള്ള നായകളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവരെ കൂടെ നടക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. അപ്പം ഞാൻ അങ്ങനെ കുറേ ദൂരം അങ്ങനെ നമുക്ക് നടക്കാൻ പറ്റിയിട്ടാ. നമ്മളുണ്ടല്ലോ ബീച്ചിൽ കുറേ സമയം ചിലവഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫർ വരുന്നുണ്ട്. അപ്പോഴാട്ടെ ഞാൻ വേഗം ഫോട്ടോഗ്രാഫർ എടുത്തിക്കാണ് പോണത്. കാരണം നമുക്ക് ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകട്ടാ. ഫസ്റ്റ് ഡേ ദിവസം തന്നെ നമ്മൾ രാത്രിയിൽ ഒരു ബോട്ട് യാത്രയും കൂടി നടത്തിയിട്ടാണ്. അപ്പോൾ ഈ ബോട്ടിൻ്റെ പേരെന്ന് പറയുന്നത് പാരാഡൈസ് എന്നാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ ഫുഡ്, അതായത് നമുക്ക് ആവശ്യം പോലെ എന്തും കഴിക്കാം. ആ രീതിയിലാണ് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വേറെയും കുറേ എന്താ പറയുക സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ താഴെ നിലയിലാണ് നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്ത് നോക്കണേ. മുകളിലത്തെ നിലയിലാണ് നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലത്തെ നിലയിലായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് നിങ്ങൾക്ക് എടുക്കുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടുതലും വരെ കപ്പിൾസാണ്, അതുപോലെ ഫാമിലികൾ, അതായത് ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുവരാനായിട്ടും ഒക്കെ പറ്റണത് ഈ ഞാൻ പറഞ്ഞല്ലോ ഈ പാരാഡൈസ് എന്ന് പറയുന്ന ഈ ബോട്ടിലാണ് കേട്ടോ. അങ്ങനെയുള്ള ഫാമിലികൾ കൂടുതലും കയറുക.
Good evening. Good evening, ladies and gentlemen. On behalf of the captain of this cruise, the crew, and we, the performing artists, would like to welcome you on board Paradise. Everyone's having your coupons? Friends, hi Anna. Yes, thank you for responding. Don't forget to exchange those coupons at the bar counter and at the serving counter before 10:15. 10:15 पे शार्प बार काउंटर और सॉल्वेंट काउंटर बंद हो जाएगा, तो सभी लोगों से रिक्वेस्ट है जो आपके पास कूपन्स दिए गए हैं 10:15 से पहले एक्सचेंज कीजिएगा. പിന്നെ നമുക്ക് അവർ ഗോവ ഡാൻസ് കാണിച്ചു തന്നു. ഗോവ ഡാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അവർ ഡാൻസ് കളിക്കണമെങ്കിലും കൂടിയിട്ട് നമുക്ക് കോപ്പറേറ്റ് വരുന്ന കാരണമാണ് എനിക്ക് അവർ സെയിം കളിക്കുന്ന പാട്ടുകളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റാതിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടിൻ്റെ ഓരോ സൈഡിൽ നിൽക്കുമ്പോഴും നമുക്ക് ഓരോ തരം വ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബോട്ടിൻ്റെ പല സൈഡുകളിൽ നിന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഗോവ ഡാൻസ് ഒക്കെ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്കും കൂടി പഠിക്കാവുന്ന രീതിയിൽ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു തരും. അതനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ശ്രീജിത ഫ്രണ്ടിൽ പോയിട്ട് കാണാനിരുന്നു. അപ്പോൾ ഞങ്ങൾ കൂടി ഇതാ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റിയിട്ടാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പോൾ ആരും ശ്രദ്ധിക്കണില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ കളിക്കണേന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കില്ലേ, മറ്റുള്ളവരും കളിക്കണില്ല. എന്തായാലും അവർ കാട്ടി തരണം. അതേപോലെ തന്നെ ഞങ്ങളും കുറച്ച് നേരമൊക്കെ അവരെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കുറച്ച് നേരം കളിച്ചപ്പോൾ തന്നെ ഞാനും ശ്രീജി വേഗം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് ഡാൻസിനേക്കാളും കൂടുതലേ നമുക്ക് ബോട്ടിൽ നിന്നോടം കൊണ്ട് കാണാൻ പറ്റുന്ന കുറേ കാഴ്ചകളുണ്ടേ. അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് നീങ്ങി നിന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൂടുതലും കപ്പിൾസുകളാണ് ഈ പാരഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ കയറേണ്ടതെന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ബീറ്, വൈൻ, ബ്രാൻഡി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യം പോലെ കഴിക്കാം. അപ്പോൾ ഇത് മിനിമം ചെറുതായിട്ടൊന്ന് കഴിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതിലൊക്കെ കഴിച്ചിരിക്കാം. പക്ഷെ കൂടുതൽ കഴിക്കണം, അതനുസരിച്ച് കൂടുതൽ എൻജോയ് ചെയ്യണം എന്നുള്ളവർക്ക് ഇതേപോലെ തന്നെ വേറെ തരം ബോട്ടുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്നേ അവരത് ചോദിക്കും, ഇതിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഈ ബോട്ടിൽ കയറിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കണ്ട നമുക്ക് എന്താ പറയുക, ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ, അത്ര രസമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. കാരണം 9:30 ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങി. കാരണം കുറച്ചുകൂടി കഴിയുമ്പോൾ ഭയങ്കര തിരക്ക് വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഭക്ഷണമല്ല, അത് നമുക്ക് എന്താ പറയുക, അടിപൊളി ഫുഡായിരുന്നു. ഞാൻ എല്ലാ തരം ഫുഡിൽ നിന്നും കുറേശ്ശെ എടുത്തു. വേറെ ഒന്നല്ല, ഇവിടുത്തെ ഫുഡിൻ്റെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാതും ഇങ്ങനെ കുറേശ്ശെ മേടിച്ചത് കേട്ടോ. നമ്മളുണ്ടല്ലോ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴേ നോക്കിയേ പൂച്ചകൾ, ബോട്ടിൻ്റെ ഉള്ളിലും പൂച്ചകളെന്ന് ഞാൻ അപ്പോൾ പറയുമായിരുന്നു. അതുമാത്രമല്ല കേട്ടോ, ഭയങ്കര സ്നേഹം. അവരൊന്ന് പേടിച്ച് അകന്നിരുന്നു. പക്ഷെ നമ്മളത് ഇട്ട് കൊടുത്തപ്പോൾ അവരിങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് തോന്നണു ഇവർ ഈ പൂച്ചകളൊക്കെ ഈ ബോട്ടിൻ്റെ ഉള്ളിൽ സ്ഥിരമാണോ അതോ കരയ്ക്കടിക്കണ സമയത്ത് അങ്ങനെ പെട്ടെന്ന് കയറി വരുന്നതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അവർക്ക് വയറ് നിറച്ച് ഫുഡ് ഞാൻ കൊടുത്തുട്ടാ. ഇപ്പം നോക്കിയേ, നമ്മുടെ ഭക്ഷണം കഴിക്കാന്നല്ല, ഞങ്ങളുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ഞങ്ങളിത് പായസം എടുക്കാനാണ് വരുന്നത്. അപ്പം നമ്മൾ അപ്പം കഴിച്ചില്ലെങ്കിൽ ഇതേപോലെ തന്നെ വരിയിൽ നിൽക്കേണ്ട വന്നതിന്. പിന്നെ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു പാത്രത്തിലാണ് നമുക്ക് പായസം കിട്ടുന്നത്. അപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം പോയിട്ട് മേടിച്ചു. കാരണം ഒരു 3 പ്രാവശ്യം മേടിച്ചാലാണ് ഒരു ഗ്ലാസ് പായസത്തിൻ്റെ അത്രയും നമുക്ക് കിട്ടുന്നത്. പിന്നെ ആവശ്യം പോലെയുള്ള കാരണം പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നമ്മൾ നടന്നു പോയി മേടിക്കണമെന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഇത് കഴിഞ്ഞോടുകൂടി നമ്മുടെ ഒരു ദിവസം കഴിയാണ്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലേക്ക് നമുക്ക് നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിലാണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പോൾ അവർ തന്നെ നമ്മൾ അവിടെ കൊണ്ട് ഇറക്കി തരും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ദിവസം ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മൾ ഗോവയിൽ 3 ദിവസമായിരുന്നല്ലോ നമ്മുടെ യാത്ര. അതിലിപ്പോൾ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം നല്ല രസമായിരുന്നല്ലോ ഷേട്ടാ. അതായത് എല്ലാം മറക്കുക, വേറെ ഒന്നും ചിന്തിക്കണില്ല അങ്ങനെ. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ഇറങ്ങാൻ ആദ്യം നമ്മൾ എന്തെങ്കിലും ഒരു ചായ കുടിക്കാൻ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ടല്ലോ, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 3 ദിവസം ഞങ്ങളിവിടെ വന്നിട്ട് പ്ലാൻ ചെയ്തപ്പോഴും ആ 3 ദിവസം തികയാത്ത പോലെയാണ് ഓരോ സ്ഥലങ്ങൾ കണ്ട് അതിൻ്റെ രീതിയിലൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് പോകാമെന്ന് വെച്ചാൽ തന്നെ. എന്തായാലും ഈ 3 ദിവസം കൊണ്ട് നമ്മൾ ഒരുവിധ സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും വിശേഷങ്ങളിലേക്ക് പോകാം. 2ാമത്തെ ദിവസം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ദിവസത്തെ ഒരു പാക്കേജ് ട്രിപ്പ് ഉണ്ട്, അതിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ അവരൊരു ബസ്സിൽ അവർ നമ്മളെ ഒരു ദിവസത്തെ കുറേ സ്ഥലങ്ങൾ കാണിക്കാൻ കൊണ്ടുപോകും. അതുമാത്രമല്ല വണ്ടിയിൽ ഗൈഡ് നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി തരും ചെയ്യും കേട്ടോ. सिटी आप देख रहे हैं, इसी सिटी के अंदर अभी हम लोग एंटर करने वाले, बाद में हम लोग लेफ्ट हैंड साइड में जाने वाले. चर्चेस, टेंपल, जो भी चीजें हैं वो सारे लेफ्ट हैंड साइड में.
നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ സൗത്ത് ഗോവയിലാണ് 2 ദിവസം ആയിരുന്നത്. ഫസ്റ്റ് ദിവസവും അതേപോലെ 2ാമത്തെ ദിവസവും സൗത്ത് ഗോവയിൽ തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ പോണ സ്ഥലം എന്ന് പറയുന്നത് ഡോൾഫിൻ ട്രിപ്പ്. അതായത് നമ്മളെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് ഡോൾഫിനെ കാട്ടി തരാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും കാണില്ല, പക്ഷേ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. പക്ഷെ അവർ പേരിടുന്നത് ഡോൾഫിൻ ട്രിപ്പ് എന്നാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടതാണ് കേട്ടോ നമ്മുടെ ഒരു മലയാളി ഫാമിലീനെ. കുന്നംകുളത്താണ് അവരുടെ വീട്. അപ്പോൾ പിന്നെ നമ്മൾ അവരെ കൂടെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. നമ്മുടെ ബോട്ട് വരാനായിട്ട് നേരം വൈകിയ കാരണം നമുക്ക് അവിടെയെങ്കിലും ബീച്ചിൽ കുറച്ച് നേരം ഒന്ന് സമയമൊക്കെ ചിലവഴിക്കാനായിട്ട് പറ്റിയിട്ടാണ്. നമ്മളുണ്ടല്ലോ അതാ വീണ്ടും ബോട്ടിൽ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ഡോൾഫിനെ കാണാനായിട്ട് നമ്മൾ പോണത് 1 മണിക്കൂറോളാണ് കേട്ടോ നമുക്ക് ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന സമയം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 പേരോളം ഉണ്ടായിരുന്നു നമ്മുടെ ബോട്ടിൽ. എന്തായാലും നമുക്ക് ഭാഗ്യം കിട്ടുക, കാരണം നമുക്ക് 2 ഡോൾഫിനെ കാണാൻ പറ്റി. പിന്നെ അത് മാത്രമല്ല ഈ ഡോൾഫിൻ പോയിന്റിൽ എത്തി നിൽക്കുമ്പോണ്ടല്ലോ നമുക്ക് അകലെ നമ്മുടെ അക്വാഡ ജയിൽ മ്യൂസിയം കാണാട്ടാ. ബോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ വരുമ്പോഴേ തണുപ്പില്ല എന്നുള്ളൂട്ടോ, പക്ഷെ കൊടൈക്കനാലിലൊക്കെയും കാണുന്ന പോലെ ഒരു അന്തരീക്ഷം. പിന്നെ അത് മാത്രമല്ല മാങ്ങ, പൈനാപ്പിൾ ഇതെല്ലാം തൊലിച്ചെത്തി മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മേടിച്ചിട്ട് കഴിച്ചു. അപ്പോൾ നമുക്ക് അതേപോലെ ഒരു ഇതാണ് തോന്നുന്നത് ആ സമയത്ത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പോയത് വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി. വേറൊന്നല്ല, ഷായേട്ടനും കുമാറും തൊപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ചൂടാണ്. നമുക്ക് വെയിൽ കൊണ്ട് നടക്കുമ്പോൾ തലേമ തൊട്ടാൽ തന്നെ നമുക്ക് പൊള്ളണ പോലെയായിരുന്നു. പിന്നെ നമ്മൾ പോയത് ബാലാജി ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ബാലാജി ടെമ്പിളിൽ കയറി തൊഴുത് ഇറങ്ങുകയാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കണ വഴി ടൈല് വിരിച്ചിട്ടുണ്ടെങ്കിലും നല്ല ചൂടായ കാരണം ടൈലിൻ്റെ മുകളിലായിട്ട് കാർപ്പറ്റും കൂടി വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇതാ വീണ്ടും വന്ന് നല്ല ചുട്ട് പണുന്ന വെയിലാണ്. പക്ഷേ യാത്രയിൽ നമുക്ക് വെയിലൊന്നും പ്രശ്നം വെച്ച് കഴിഞ്ഞ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പം നമ്മളിതാ ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ബോം ജീസസ് ബസിലിക്കയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ പള്ളിയിലാണ് 450 വർഷത്തിലധികം പഴക്കമുള്ള സെൻറ്റ് ഫ്രാൻസിസ് സേവറിൻ്റെ തിരുശരീരം ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ പറ്റണേന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം എപ്പോഴും കാണിക്കും എന്നുള്ള ഉറപ്പ് ഇല്ല എന്നാണ് പറഞ്ഞ് കേട്ടത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംശയത്തിൻ്റെ രീതിയിൽ പോയത്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് അങ്ങനെ തിരുശരീരം കാണാനൊക്കെ പറ്റി. നമ്മളിതാ അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങാണ് കേട്ടോ. ഇനി നമ്മൾ പോണതുണ്ടല്ലോ നമ്മുടെ ബോം ജീസസ് ബസിലിക്കയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പള്ളിയുണ്ട് കേട്ടോ. അപ്പോൾ ആ പള്ളിയുടെ പേരെന്ന് പറയുന്നത് സേ കാത്തീഡ്രൽ ഓഫ് സാന്ത കാതറീന. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പള്ളിയുടെ പേര് ആദ്യമായിട്ട് പറയണ കാരണമാണോ എന്താണെന്ന് അറിയില്ല, എനിക്ക് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയിട്ടാ. പിന്നെ ഈ പള്ളി എന്ന് പറയുന്നത് ഇന്ത്യയിലത്തെ തന്നെ ഏറ്റവും വലിയ പള്ളി എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മളിത് ആ പള്ളിയൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ ചുറ്റും റൗണ്ട് അടിച്ച് വരുമ്പോൾ തന്നെ ഒരു സമയം കേട്ടോ. കാരണം അത്രയും ഏരിയയിലാണ് ഈ പള്ളി ഇങ്ങനെ പരന്നോണം ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ നമ്മൾ ചായക്കും കുടിച്ചു. അതിനുശേഷം പിന്നെ വരുന്നത് നമ്മുടെ വീടിൻ്റെ ഒരു ബോട്ട് യാത്ര തന്നെയാണ്. തലേദിവസത്തെ ബോട്ട് യാത്ര പോലെ തന്നെ ഇതും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല വെളിച്ചത്തിലുള്ള ഒരു യാത്രയായിരുന്നു. കാരണം ഒരു 5 മണിക്കായപ്പോൾ തൊട്ട് നമ്മൾ ബോട്ടിൽ കയറി ഒരു 7 മണിക്ക് ബോട്ടിൽ നിന്ന് തിരിക്കാവുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ തലേദിവസം പോലെ തന്നെ ഗോവ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറേ ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ മുകളിലത്തെ ഈ നിലയിലായിട്ടാണ് ആ പരിപാടികൾ. പിന്നീട് നമ്മൾ ഇപ്പോൾ ഈ കളിക്കുന്ന ഡാൻസും പരിപാടികളൊക്കെയും താഴത്തെ നിലയിൽ, അതായത് നമ്മുടെ ബോട്ടിലുള്ള എല്ലാവരും എൻജോയ് ചെയ്യണം ആ രീതിയിലാണ് അവർ കാര്യങ്ങൾ പറയുക. പിന്നെ അത് മാത്രമല്ല അവർ തന്നെ നമുക്ക് സ്റ്റെപ്പുകളൊക്കെ കാട്ടിത്തരും, നമ്മളതനുസരിച്ച് കളിച്ചാൽ മതി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റും അതാണ് കേട്ടോ ഭയങ്കര പ്രത്യേകതയാണത്. ആ ഒരു ഡാൻസ് പരിപാടികളിലൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സ്ലോവിൽ കാട്ടി പിന്നെ ഭയങ്കര സ്പീഡിൽ എത്തിക്കുക, അതൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു പരിപാടി കഴിയുമ്പോഴേക്കും തന്നെ എല്ലാവരുമായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മുടെ വീട്ടിലത്തെ ആളുകളെ പോലെ തന്നെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ നമ്മുടെ ഷിപ്പിലത്തെ
എന്താ പറയുക ഇങ്ങനെയുള്ള പരിപാടികൾക്ക്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല പാട്ടുകളൊക്കെയാണ് അവർ വെച്ചിരുന്നത്. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്ന കാരണം നമുക്ക് അവർ ഇട്ടിരുന്ന പാട്ടുകളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ആ ഒരു വിഷമം എനിക്കുണ്ട്. പക്ഷെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും നമ്മൾ ബീച്ചിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അതായത് കാലങ്കോട് ബീച്ചിലേക്കാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ വരാനും നമുക്കത് സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ബീച്ചിലൊക്കെ വന്നിരുന്നു. ഈ ഒരു സമയത്താട്ടോ തിരമാലകളുടെ ആ ഒരു സൗണ്ടൊക്കെ നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റണേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എന്താ പറയുക ബീച്ചിൽ കൂടെയുള്ള നടത്തത്തോടു കൂടി നമ്മുടെ 2ാമത്തെ ദിവസം കൂടി ഒന്ന് കഴിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 3ാമത്തെ ദിവസം നമ്മൾ രാവിലെ തന്നെ നേരത്തെ ഇറങ്ങിയിട്ടാണ്. ഇവിടെ വലിയ തിരക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ വന്നിട്ടുള്ളത് അക്വാഡ് ജയിൽ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഭയങ്കര രസം, തൊട്ട് കടലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ ഭയങ്കര രസം. ഇന്നലെ ഞങ്ങൾ പക്ഷെ ബോട്ടിൽ ഇവിടെ വന്ന് പോയ സ്ഥലമാണ്. അപ്പം നമ്മളിങ്ങനെ കണ്ടു. പക്ഷെ ഇന്നാണ് നമ്മൾ ഇവിടേക്ക് വന്ന് നോക്കണം കാണാനായിട്ട്. ഷായേട്ടനും കുമാർ ശ്രീജയ്ക്ക് ഇതാ മുന്നേ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് ടിക്കറ്റ് എടുക്കണം കിടക്കാനായിട്ട്. അപ്പം അതിനായിട്ട് അവർ പോണത്. ഭയങ്കര രസമായിട്ടാ. നോക്കിയാൽ കണ്ട ഇവിടെ കടല് എന്തേ ഇപ്പം ഇല്ല. അപ്പം ഞങ്ങൾ മടങ്ങുക. 10 മണി കഴിയണമെന്ന്. കോട്ടയിലേക്ക് പോയിട്ട് വരാം. അതെ, എവിടെ? കോട്ടയിലല്ലേ. പിന്നെ നമ്മൾ വന്നത് അക്വാഡ ഫോർട്ടിലേക്കാട്ടോ. അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം അവിടെ ക്യാമറയിൽ ഞാൻ പകർത്താട്ടാ. അതിങ്ങനെ നല്ല പച്ച വരില്ലേ. അക്വ ഫോർട്ടിൽ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിലേ ശരിക്കും ആ വ്യൂ നോക്കി കടലിന്റെ ഭയങ്കര ഭംഗിയാട്ടാ. നമുക്കെന്നെ ചിന്തിക്കാൻ പറ്റണില്ല, അത്രയും ഭംഗിയാ കാണാനായിട്ട്. അതിങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോർട്ടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് കണ്ട നല്ല രസാ. നമ്മൾ രാവിലെ തന്നെ ഒന്ന് കരിക്കും വെള്ളമായിട്ട് ആദ്യം കുടിച്ചത്. ഇതാ ശ്രീജയുടെ കുമാറിൻ്റെ കഴിക്കൽ കഴിഞ്ഞു, എൻ്റെയും കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് ശരിക്കും നോക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ബീച്ചിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷമാണ് നമ്മൾ ഇന്നിപ്പോൾ ഒന്ന് രാവിലത്തെ ഒരു ചെറിയൊരു ലൈറ്റ് ഭക്ഷണം എന്നുള്ള പോലെ നമ്മുടെ കരിക്ക് വെള്ളം കുടിച്ചത്. എന്ത് രസം അവിടെ നോക്കുമ്പോൾ നോക്കിയേ. നമ്മുടെ അക്വാഡ ബീച്ചാട്ടത് കാണാൻ എന്ത് രസം എന്നറിയോ. അടിപൊളിയാണ്, നല്ല ഭംഗിയാണ്. അപ്പം നമ്മളങ്ങോട്ട് പോവാണ്. ഇതേ ഷായിട്ടിനൊക്കെ ഇതേ നടന്നു തുടങ്ങി. ഇവിടുന്ന് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇതേ കുറേ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങണം കേട്ടാ. ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു സ്ഥലം. ഓരോ ബീച്ചിനും ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടാ.
നമ്മളുണ്ടല്ലോ ഇന്നിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ നേരത്തോടെ തന്നെ ഇറങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴും തിരക്കുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ അക്കോട ഫോർട്ടിലായാലും അക്കോടപ്പോൾ ബീച്ചിലെത്തിയപ്പോഴൊന്നും അങ്ങനെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടില്ല. നല്ല എന്താ പറയുക, തീരെ തിരക്കൊന്നും ഇല്ലാതായിട്ട് ഇരിക്കണേ. അപ്പം ഞാനും ശ്രീജിയും എന്താ പറയുക, ചെറിയ തിരുമാലകളുടെ അതിലേക്ക് ഇങ്ങനെ നടക്കാതെ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇത്തിരി തിരുമാലകളെ പേടിയുണ്ട്, എങ്കിലും ഒന്ന് നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. നമ്മളിത് ആ ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ടിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ നമ്മൾ ആകെ കഴിച്ചതെന്ന് പറയുന്നത് ആ കരിക്കും വെള്ളം മാത്രമായിരുന്നു. അപ്പോൾ പിന്നെ എന്താ പറയുക, ഉച്ചയിലത്തെ ഒരു ഊണും കൂടി ആയോട്ടെ എന്ന് വെച്ചിട്ട് നമ്മളിത് ആ താലി ഫുഡ് തന്നെയാട്ടോ മേടിച്ച് കഴിച്ചത്. നല്ല രസമാട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി താലി ഫുഡ്. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത് വാഗാ ബീച്ച്. വാഗാ ബീച്ചും ഭയങ്കര രസം തന്നെയാട്ടോ. വാഗാ ബീച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നതിൻ്റെ അവിടേക്ക് വേറെ തിരകൾ വെള്ളം ഇങ്ങനെ വരും. അപ്പോൾ അവിടെയും കുറച്ച് നമ്മളിങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ കുറേ നടന്നു, ഞാനും ശ്രീജിയും കൂടിയിട്ടാ. നല്ല കാറ്റും വെള്ളത്തിനൊക്കെ ഭയങ്കര ഐസിൽ വെക്കുന്ന പോലെ നല്ല തണുപ്പാണ് അവിടെ വെള്ളത്തിനൊക്കെ ആയിരുന്നത്. ജെറ്റ് സ്കൈ റൈഡ് നടത്താൻ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഷായഡിനുള്ളിലൊരു പേടിയില്ല, കാരണം എന്നെ അതിലേക്ക് കയറ്റിയില്ല. പക്ഷേ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ അതുപോലെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. വാഗാ ബീച്ചിൽ നിന്ന് നമ്മൾ ഉച്ചയോട് കൂടി മടങ്ങി. അതായത് 3ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മുടെ ഗോവ യാത്ര അവസാനിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നേരെ നമ്മൾ എയർപോർട്ടിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ കാറ് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കാറ് നേരെ നമ്മൾ അവിടെ കൊണ്ടുകൊടുത്ത് നമ്മൾ അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് വരുന്ന വഴിക്കാണ് കേട്ടോ നമ്മൾ ഇതാ അമ്പലത്തിലേക്ക് വന്നിട്ടുള്ളത്. ബിർള മന്ദിർ അമ്പലം എന്നാണ് പറയുക. അപ്പോൾ ഭയങ്കര പ്രത്യേകത കേട്ടോ, ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും അവിടെയുള്ള ഓരോ കാര്യങ്ങളും. നമ്മൾ ഈ നടക്കുന്ന നടപ്പാതെ പോലും മാർബിളൊക്കെ ആയിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ രാധാകൃഷ്ണനും അതേപോലെ തന്നെ ഗണപതിയുണ്ട്, പിന്നെ ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ, പിന്നെ പരമശിവൻ, പാർവതി, നന്ദി, അങ്ങനെ അത്രയും പ്രതിഷ്ഠകളാണ് അമ്പലത്തിലുള്ളത്. നമ്മളിത് അവിടെ നിന്നൊക്കെ തൊഴുത് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഫോൺ നമുക്ക് വീഡിയോ പിടിക്കാൻ കുഴപ്പമില്ല, അതുകൊണ്ട് നമുക്ക് ഉള്ളിലൊക്കെ അങ്ങനെ വീഡിയോ പിടിക്കാനൊക്കെ പറ്റിയിട്ടാണ്. പിന്നെ എന്താ പറയുക, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് യാത്രകളൊക്കെ വളരെ വളരെ നല്ല സുഖമായിരുന്നു. ഇനിയും നമുക്ക് ഗോവയിലേക്ക് വരാനായിട്ട് ഞാൻ ഇപ്പോഴും നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചാൻസ് വരാണെങ്കിൽ എന്തായാലും നമ്മൾ തീർച്ചയായും വീണ്ടും വന്ന് ഗോവയ്ക്കും കാണൂട്ടാ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ നമ്മൾ കുറേ അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ട കുറേ നല്ല നിമിഷങ്ങളും അങ്ങനെ നല്ല നല്ല കാഴ്ചകളും ഒക്കെ വന്നു. 3 ദിവസം കഴിഞ്ഞത് പോലും നമ്മൾ അറിഞ്ഞിരുന്നില്ല. അത്രയും നല്ല എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും നമുക്ക് യാത്രകളും കാണുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ സമയത്തായിട്ട് ഒരു എയറോപ്ലെയിൻ പോകണ്ടായിരുന്നു. നമ്മളപ്പോൾ അതിതാ നമ്മളെ ക്യാമറയിൽ നമ്മളിതാ പകർത്തിയിട്ടുണ്ട് കേട്ടോ.
നമ്മളിതാ ഗോവയോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മളിതാ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നമ്മളിതാ എയർപോർട്ടിൽ എത്തിയിട്ടാ. പിന്നെ നമുക്ക് എയർപോർട്ടിൽ വെച്ചിട്ട് വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു കേട്ടോ. ഗായകൻ ശങ്കർ മഹാദേവനെ കാണാനും അതേപോലെ തന്നെ അദ്ദേഹത്തിന് കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. ഇനി എന്ന് പറയുന്നത് ഒരു കാത്തിരിപ്പാണ്. കാരണം നമ്മുടെ ഫ്ലൈറ്റ് വരാനായിട്ടാണ് ഇരിക്കുന്നത്. രാത്രി 9:30 നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ആ ഒരു കാത്തിരിപ്പ്, അപ്പോഴേക്കും പിന്നെ ഫ്ലൈറ്റ് വന്നു എന്ന് പറഞ്ഞപ്പോൾ വേറൊരു സന്തോഷം. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ എത്രയും വേഗം വീട്ടിലെത്താം, അത് മാത്രമായിട്ട് ഇനിയിപ്പോൾ ചിന്ത. നമ്മളുണ്ടല്ലോ അതാ കൊച്ചി എയർപോർട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് 10:50 എത്തി. എങ്കിലും കൂടിയിട്ട് നമുക്ക് പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ 11:30 ആയിട്ടാ. നമ്മുടെ വീട്ടിലേക്ക് ഇനി 1 മണിക്കൂർ യാത്രയുണ്ട് കേട്ടാ. പേളിക്കുട്ടി 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 അല്ലുതേ കിളറിമിരിക്കണേ. ഇതേ അമ്പൂസ് ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അമ്പൂസിന് തിന്നാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് അവിടെ തിന്നണേ. അപ്പം നമ്മളിതാ 3 ദിവസം തന്നെ പോയത് വരുന്നതൊക്കെ കൂടി നോക്കുകയാണെങ്കിൽ 4 ദിവസം കഴിഞ്ഞു. നമ്മളിതാ വീട്ടിലെത്തി. ഇപ്പോൾ യാത്രയൊക്കെ ഒരു അടിപൊളി ആയിരുന്നു. 1 മണിയായിട്ട് നമ്മൾ വീട്ടിലെത്തിയ സമയത്ത് പിന്നെന്തിട്ടാ നല്ല യാത്ര തന്നെയായിരുന്നു. നിർത്താല്ലേ? നിർത്താം. ഞങ്ങള് ഇപ്പൊ സമയത്രയായില്ലോ. അപ്പൊ നമ്മൾ ഒരു വിചാരിച്ചാലും നന്നായി യാത്രയ്ക്കായി അടിച്ചു പൊളിച്ചിട്ട് തന്നെ വന്നത്. അപ്പൊ നിർത്തല്ലേ നമുക്ക്? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.